ബിറ്റ്കോയിൻ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് സൗദിയിലെത്തിയ മലയാളി ഉൾപ്പെടെയുള്ള സംഘം പിടിയിൽ. സൗദി രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങൾ വഴി വിപണനം നടത്തിയിരുന്ന സംഘം ഉപഭോക്താക്കളെ നേരിൽ കാണുന്നതിനാണ് സൗദിയിലെത്തിയത്. സൗദിയിൽ അംഗീകാരമില്ലാത്ത ബിറ്റ്കോയിൻ മാർക്കറ്റിംഗ് നടത്തിയ സംഘത്തെ സൗദി രഹസ്യാന്വേഷണ വിഭാഗം വലയിലാക്കി. ദുബൈയിൽ നിന്നും സൗദിയിലെത്തിയ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. ചൈന സ്വദേശിയും മലയാളിയും ഉൾപ്പെടുന്നതാണ് സംഘം. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് പിടിയിലായ മലയാളി. സമൂഹ മാധ്യമങ്ങൾ വഴി വിപണനം നടത്തിയ സംഘം ഉപഭോക്താക്കളെ നേരിൽ കാണുന്നതിനായാണ് സൗദിയിലെ ദമാമിലെത്തിയത്. എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗം ആവശ്യക്കാരായ ചമന് സംഘത്തെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഖത്തീഫിൽ നിന്നുമാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ എത്തിയും ദമാമിലെത്തി അവരൊരു റൂം എടുക്കുകയും അവിടുന്ന് ചൈനക്കാരൻ്റെ കൂടെ ഈ സംഗതികളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ കസ്റ്റമർ എന്ന വ്യാജേന അവർ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ വിളിച്ചു വരുത്തി ഞങ്ങൾ കസ്റ്റമർ എന്ന രീതിയിൽ ബന്ധപ്പെടുകയും ശേഷം ഇവരെ മറ്റൊരു കോഫി ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വരുത്തുകയും അവിടെ വെച്ചിട്ട് ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കോടതി വിളിക്കുകയൊന്നും ചെയ്യാതെ തന്നെ ഇവർ 50-55 ദിവസം ഇപ്പോൾ ദമാം സെൻട്രൽ ജയിൽ കസ്റ്റഡിയിലാണ് ഇവർ. ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായതോടെ അതീവ ജാഗ്രതയിലാണ് സൗദിയിലെ സുരക്ഷാ വിഭാഗങ്ങൾ. സൗദി അറേബ്യനെ സംബന്ധിച്ചിട്ട് നിയമം വളരെ കർശനമാണ്. ഏത് തരത്തിലും നമ്മൾക്ക് പിടിക്കപ്പെടുന്ന മനസ്സിലാക്കിക്കൊണ്ട് വേണം എളുപ്പമാർഗ്ഗത്തിൽ പണമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന യുവാക്കൾ മനസ്സിലാക്കണം. ഇദ്ദേഹം വന്നിരിക്കുന്നത് ദുബൈയിൽ നിന്നാണ്. ഈ ചൈന സ്വദേശിയായിട്ട് വന്നിരിക്കുന്നത്. ചൈനക്കാരൻ ഇപ്പം നിലവിൽ വക്കീലിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം നിലവിൽ വക്കീലിനെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതകൾക്ക് വരും. ഇതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് മാത്രമേ ഇവിടുന്ന് നാട് കടത്തപ്പെടുകയുള്ളൂ. മാത്രമല്ല ഇദ്ദേഹം വന്നിരിക്കുന്ന ഈ ചൈനക്കാരൻ്റെ ഒരു ടീം എന്ന് ഗ്യാങ് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റ് വിദേശ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ആളുകളെ ഹാക്കിംഗ് ഒരു ഗ്രൂപ്പുണ്ട്. ഹാക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു കണ്ണിയിൽപ്പെട്ട ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇദ്ദേഹമായിട്ടുള്ള ജയിലിൽ നിന്നുള്ള സംഭാഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാതെ എളുപ്പത്തിൽ പണം സമ്പാദിക്കുവാനുള്ള യുവാക്കളുടെ വ്യഗ്രതയാണ് ഇത്തരം അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നും സാമൂഹ്യ രംഗത്തുള്ളവർ പറയുന്നു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.